റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം. ഇന്ന് KERൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പരീക്ഷ അടുത്ത് വരുന്നു എന്ന് എനിക്കറിയാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ വർഷം ചോദിച്ച 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആൻസറും ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ഒരു വർഷം മുമ്പ് ഞാൻ KERനെ കുറിച്ചിട്ട വീഡിയോസും നിങ്ങൾ കാണണം. അത് പഴയതാണെന്ന് വിചാരിക്കരുത്. കാരണം ആക്റ്റും റൂളും ഒന്നും മാറുന്നില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോഴും പ്രസക്തമാണ്. അടുത്ത പരീക്ഷയ്ക്ക് അതൊക്കെ ചോദിക്കാവുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ KERൻ്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സഹായമായിട്ടൊരു കാര്യം കൂടി, KE ആക്റ്റും റൂളും അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിലെ കണ്ടൻറ്റ് ശരിയായിട്ട് വായിക്കണം. അതായത് ചാപ്റ്റേഴ്സൊക്കെ വളരെ പ്രസക്തമാണ്. ആ ചാപ്റ്റേഴ്സും അതിൻ്റെ കണ്ടൻറ്റും നോക്കി ഹൃദിസ്ഥമാക്കി വെച്ചിട്ട് വേണം നിങ്ങളെ പരീക്ഷ എഴുതാൻ. അപ്പോൾ കുറേ കൂടെ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട പല ചാപ്റ്റേഴ്സും ഉണ്ട്. 14A ഉണ്ട്, പിന്നെ 23 ഉണ്ട്, ഫിക്സേഷൻ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് വളരെ ഫെമിലിയറൈസ് ചെയ്ത് വെക്കുന്നതും പരീക്ഷ എഴുതാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം ഈ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആ സമയം തന്നെ ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇത് പരീക്ഷയെ ആസ്പദമാക്കി മാത്രമുള്ള ഒരു വീഡിയോ അല്ല എന്നുകൂടി മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് ഡേ ടു ഡേ നിങ്ങളുടെ ഒഫീഷ്യൽ ലൈഫിലും ഇത് ആവശ്യമായി വരുന്നു. ഫിക്സേഷനും സ്റ്റാഫ് ഫിക്സേഷനും ഇതെല്ലാം നിങ്ങൾക്ക് എന്നും പ്രസക്തമായിരിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും കൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടൺ അമർത്തി അതിൻ്റെ ബെൽ ഐക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫോർ ജൂലൈ 2023. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് മാത്രം പോരാ, കഴിഞ്ഞ വീഡിയോസും പ്രസക്തമാണ്, റെലവൻ്റാണ്. അതുകൊണ്ട് അതും നിങ്ങൾ നോക്കാതിരിക്കരുത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ ഈസ് വെസ്റ്റഡ് വിത്ത്. ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ആരിൽ നിക്ഷിപ്തമാണെന്നാണ്. അതിൻ്റെ ഓപ്ഷൻസ്: എ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ കൺസേൺ, ബി എഡ്യൂക്കേഷണൽ ഏജൻസി, സി മാനേജർ, ഡി ഗവൺമെൻറ്. അതിൻ്റെ ആൻസർ സി ആണ്, മാനേജർ. അതിൻ്റെ റൂൾ 3 ചാപ്റ്റർ 3 ഓഫ് KER, അത് അതിൻ്റെ അതോറിറ്റിയാണ്. സോ അതിൽ അധികം പിന്നെ പറയാനില്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൂ വിൽ അപ്പോയിൻറ്റ് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ബോർഡുണ്ട്, സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ്. അതിൻ്റെ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? എ മിനിസ്റ്റർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, സി ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ, ഡി ഗവൺമെൻറ്. ആൻഡ് ഓപ്ഷൻ ഡി ആണ്, ഗവൺമെൻറ്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ആർട്ടിക്കിൾ 4(3) ഓഫ് കേരള എഡ്യൂക്കേഷൻ ആക്ട്. KEA എന്ന് പറയുന്ന ആക്റ്റും KER റൂളുമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് സ്കൂൾസ് ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. അതായത് ഈ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഏതൊക്കെ സ്കൂളുകളെയാണ്, ഏതൊക്കെ ഗ്രേഡിലുള്ള സ്കൂളുകളെയാണ്, സ്റ്റാൻഡേർഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ട്രെയിനിങ് സ്കൂൾസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ്, ബി സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് ഗേൾസ് സ്കൂൾസ്, സി പ്രൈമറി സ്കൂൾസ് ആൻഡ് സെക്കൻഡറി സ്കൂൾസ്, ഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ്. ആൻഡ് ആൻസർ സി പ്രൈമറി സ്കൂൾസ് ആൻഡ് സെക്കൻഡറി സ്കൂൾസിനെയാണ് നമ്മൾ സ്കൂൾസ് ഫോർ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 2 ചാപ്റ്റർ 2 ഓഫ് KER. So next question is question number 4. Kerala Education Act 1958 came into force with effect from.
അതായത് കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 ശരിക്കും പ്രാവർത്തികമായത് എന്ന് മുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ 1/6/1959 ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 1(3) ഓഫ് കേരള എഡ്യൂക്കേഷൻ ആക്ട്. അത് 58 ആക്ട് ആണെങ്കിലും അത് നിലവിൽ വന്നത് അടുത്ത അടുത്ത അക്കാഡമിക് ഇയർ മുതലാണ്. അത് 1/6/1959. Then question number 5, dimension of a classroom in an aided UP school is. ഓരോ സ്കൂളിനും അതിൻ്റെ വലിപ്പം എത്രയായിരിക്കണമെന്ന് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് കൃത്യമായി. അതായത് വെറുതെ ഒരു മുറി പണിഞ്ഞിട്ടിട്ട് അതൊരു ക്ലാസ് റൂമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിന് റൂളുണ്ട്. ആ റൂളിന് അനുസരിച്ചിട്ട് വേണം ശരിക്കും ഓരോ ക്ലാസ് റൂമും കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു എയ്ഡഡ് UP സ്കൂളിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്നാണ്. അത് ആൻസർ 6 meter into 6 meter into 3.7 meter, and you can see it in rule 6 under 5 rules chapter 4A of KER-ലാണ് അതിൻ്റെ റൂള് പറഞ്ഞിരിക്കുന്നത്. Then question number 6, the authority competent to sanction the additional divisions and additional posts admissible to a government UP school is. അതായത് അഡീഷണൽ ഡിവിഷൻസ് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും അതുപോലെ അഡീഷണൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും ആരാണ് അത് സാങ്ഷൻ ചെയ്യാനുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്നാണ്. നിങ്ങൾക്കറിയാം, ഒരു അഡീഷണൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡീഷണൽ ഡിവിഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് എയ്ഡഡ് സ്കൂളായാലും അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഗവൺമെൻറ്റാണ് സാലറി കൊടുക്കുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലും അതിൻ്റെ ആൻസർ കിട്ടും. സോ ദി കോമ്പീറ്റൻ്റ് അതോറിറ്റി ഈസ് ദി ഗവൺമെൻറ്, ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 12 ചാപ്റ്റർ 23 ഓഫ് KER. Then question number 7, the teacher in charge of a class in standard 9 and 10 shall report the details of long absentees in the class for removal from the rolls to thee. അതായത് 9th 10th സ്റ്റാൻഡേർഡുകളിൽ ദീർഘകാലമായി ആബ്സെൻ്റ് ആവുന്ന കുട്ടികളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആർക്ക് ആബ്സെൻറ്റീസ് ഇൻ ദ ക്ലാസ് ടു ദി ആർക്കാണത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആൻഡ് ആൻസർ ഇറ്റ് ഈസ് ടു ദി ഹെഡ് മാസ്റ്റർ ആസ് സെഡ് ഇൻ റൂൾ 15 ചാപ്റ്റർ 6. ഹെഡ് മാസ്റ്റർക്ക് വേണം ആ ക്ലാസ് ടീച്ചർ ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ. Then question number 8, the number of periods in the various subjects in each class of the training school shall be as determined by. അതായത് എത്ര പീരീഡാണ്, ഇപ്പോൾ പീരീഡൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദ നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ ദ വേരിയസ് സബ്ജക്ട്സ്, ഓരോ സബ്ജക്റ്റിനും എത്ര പീരീഡാണ് ഇൻ ഈച്ച് ക്ലാസ് ഓഫ് ദി ട്രെയിനിങ് സ്കൂൾ. ട്രെയിനിങ് സ്കൂളിൽ എത്രയാണ് പീരീഡ്സ് എന്നൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ആരാണ്? അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് ദ ഡയറക്ടർ, ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 11 ഓഫ് ചാപ്റ്റർ 23 ഓഫ് KER. So we can go to question number 9. Every school shall maintain and dash in form 6 for each division of every standard. അതായത് ഓരോ സ്കൂളിലും പിന്നെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം ഇൻ ഫോം 6 ഫോർ ഈച്ച് ഡിവിഷൻ ഓഫ് എവരി സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡിലേക്കും വേണ്ടി ഒരു രജിസ്റ്റർ ഫോം നമ്പർ 6 മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ആൻസർ അറ്റൻഡൻസ് രജിസ്റ്ററാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് പറഞ്ഞിരിക്കുന്നത് റൂൾ 6 ചാപ്റ്റർ 7 Then question 10, the manager is bound to give appointment to the dependent of a non-teaching staff an aided school who died in harness as per rule number. അപ്പോൾ ഡെത്ത് ഇൻ ഹാർനസ് ഒക്കെ നമുക്കറിയാം. അതായത് സർവീസിലിരിക്കുമ്പോൾ മരണപ്പെടുന്ന ഒരു ജീവനക്കാരൻ്റെ അനന്തരാവകാശിക്ക് കൊടുക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാനേജർ ഈസ് ബൗണ്ട് ടു ഗീവ് ആൻ അപ്പോയിൻമെൻറ്റ്. ഏത് സ്കൂളിലായാലും അത് കൊടുക്കാൻ മാനേജർ ബാധ്യസ്ഥനാണ്. ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് റൂളിലാണ്? അതിൻ്റെ ആൻസർ
9A ഓഫ് ചാപ്റ്റർ 24A ഓഫ് KERലാണ്. അങ്ങനെ ഹി ഈസ് ബൗണ്ട് ടു അപ്പോയിൻറ്റ് ദ ഡിപ്പെൻഡൻറ്റ്. Then question number 11, procedure for annual inspection of schools is laid down in chapter 4 of KER. അതായത് ആനുവൽ ഇൻസ്പെക്ഷൻ ഓഫ് സ്കൂൾസ് എല്ലാ വർഷവും നടത്തണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 15 ഓഫ് KER. Then we move on to question 12. No private study people shall be admitted to any standard higher than standard dash. അതായത് ഒരു പ്രൈവറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഷാൽ ബി അഡ്മിറ്റഡ് ടു എനി സ്റ്റാൻഡേർഡ് ഹയർ ദാൻ, അതായത് ഇന്ന സ്റ്റാൻഡേർഡിന് മുകളിലേക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രൈവറ്റ് സ്റ്റുഡൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാവൂ. ഏത് സ്റ്റാൻഡേർഡിന് മുകളിൽ? ഹയർ ദാൻ സ്റ്റാൻഡേർഡ് 5. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 7.3 ചാപ്റ്റർ 6 ഓഫ് KER. എന്ന് പറഞ്ഞാൽ അതിന് താഴോട്ടുള്ള സ്റ്റാൻഡേർഡിൽ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് സ്റ്റുഡൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം, അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ 13, ദി അപ്പർ ഏജ് ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് എ ക്ലാർക്ക് ഇൻ ആൻ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷാൽ ബി. ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്ലാർക്കിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നെങ്കിൽ അയാളുടെ അപ്പർ ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം എന്നാണ്. ആൻഡ് ആൻസർ 35 years ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ റൂൾ 8 ചാപ്റ്റർ 32 ഓഫ് KER. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് അൺഎയ്ഡഡ് സ്കൂൾസ് ആർ ഡെൽറ്റ് വിത്ത് ഇൻ ചാപ്റ്റർ ഡാഷ് ഓഫ് KER. അതായത് ഒരു അൺഎയ്ഡഡ് സ്കൂളിൻ്റെ കണ്ടീഷൻസ് ഓഫ് സർവീസ് വിശദീകരിച്ചിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? അപ്പോൾ ഇത് കണ്ടില്ലേ, ചാപ്റ്റർ 14AA. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എൻ്റെ കണ്ടൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരികയും അത് എഴുതാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ചാപ്റ്റർ അതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് നോക്കി പരിചയപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദെൻ വി മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ 15. ഡാഷ് അപ്രൂവ്സ് ദി കോമൺ സീനിയോറിറ്റി ലിസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ഇഫ് ദി എഡ്യൂക്കേഷണൽ ഏജൻസി ഹാസ് സ്കൂൾസ് ഇൻ മോർ ദാൻ 1 district വിത്തിൻ എ റവന്യൂ ഡിസ്ട്രിക്റ്റ്. അതായത് ഒരു എഡ്യൂക്കേഷണൽ ഏജൻസിക്ക്, ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഒരു ഡിസ്ട്രിക്റ്റിൽ, ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ കൂടുതൽ സ്കൂളുകളുണ്ട്, അവിടെ അധ്യാപകരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കോമൺ സീനിയോറിറ്റി ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ കോമൺ സീനിയോറിറ്റി ലിസ്റ്റ് ആരാണത് അംഗീകരിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. മാനേജർ തയ്യാറാക്കുന്ന ആ ലിസ്റ്റ് ഷുഡ് ബി ഗോട്ട് അപ്രൂവ്ഡ് ബൈ ദി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് എൻ്റെ ആൻസർ. ഓപ്ഷൻ സി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 35 ചാപ്റ്റർ 14A ഓഫ് KER. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഓരോ സ്കൂളിനും അല്ല, ഒന്നിൽ കൂടുതൽ സ്കൂളുകളുണ്ടെങ്കിൽ അത് ക്ലബ് ചെയ്തിട്ട് വേണം കോമൺ സീനിയോറിറ്റി ലിസ്റ്റാണ് തയ്യാറാക്കേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16, ലിസ്റ്റ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഇൻ എയ്ഡഡ് സ്കൂൾസ് ഷുഡ് ബി സെൻറ്റ് ബൈ ദ മാനേജർ ഇൻ ഫോം 10 ടു ദി. അതായത് ഓരോ എയ്ഡഡ് സ്കൂളിൻ്റെയും മൂവബിൾ പ്രോപ്പർട്ടീസും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും ഉണ്ട്. അത് കൃത്യമായി കണക്കാക്കി ഒരു ഫോം 10 അതെല്ലാം രേഖപ്പെടുത്തി, ആൻഡ് ദാറ്റ് ഷുഡ് ബി സെൻറ്റ് ബൈ ദ മാനേജർ ഇൻ ഫോം 10 ടു ഹൂം. ആർക്കാണത് അയച്ചു കൊടുക്കേണ്ടതെന്നാണ്. ആൻഡ് ആൻസർ, ഇറ്റ് ഈസ് ടു ദി എഡ്യൂക്കേഷണൽ ഓഫീസർ ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സ്കൂൾ. ആ സ്കൂള് അല്ലെങ്കിൽ സ്കൂളുകൾ ഏത് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ നിയന്ത്രണത്തിലാണോ അല്ലെങ്കിൽ അധികാര പരിധിയിലാണോ അദ്ദേഹത്തിന് അത് കൃത്യമായി മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലിസ്റ്റ് അയച്ചു കൊടുക്കണം. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 1 ചാപ്റ്റർ 10. Then question number 17, vacancies in the cadre of teaching staff of an aided school needed to be filled up if the duration of vacancy need not be filled up if the duration of vacancy is less than. അതായത് ഒരു ടീച്ചിങ് സ്റ്റാഫിൻ്റെ കേഡറിൽ ഒരു വേക്കൻസി വന്നു, പക്ഷേ അത് ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് വേക്കൻസീസ് ഇൻ ദ കേഡർ ഓഫ് ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് നീഡ് നോട്ട് ബി ഫിൽഡ് അപ്പ് ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് വേക്കൻസി ഈസ് ലെസ് ദാൻ. ആ വേക്കൻസി എത്ര കാലത്തിനുള്ളിലാണ് വരുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചാണത്. അതിൻ്റെ ആൻസർ 1 അക്കാഡമിക് ഇയർ.
1 അക്കാഡമിക് ഇയറിലെ ഉള്ളിലാണ് ആ വേക്കൻസി ഒഴിവ് വരുന്നതെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. പകരം ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ മതി എന്നർത്ഥം. സോ ദ ആൻസർ ഈസ് 1 അക്കാഡമിക് ഇയർ ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 7A ഓഫ് chapter 14A of KER. Then question 18, appointment order to a teacher in an aided school should be issued in form number. അതായത് ഒരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്, ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ടത് ഏത് ഫോമിലാണ്? ഏതെങ്കിലും വെറുതെ ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതാൻ പറ്റില്ല. അത് ഒതൻറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്യണം, ഒരു ഫോം. അതിൻ്റെ ആ ഫോം നമ്പർ 27 ആണ്. അത് റൂൾ 7 ചാപ്റ്റർ 14A പറയുന്നതാണ്. അപ്പോൾ ആ ഫോമിൽ അത് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യാവൂ, എങ്കിലേ അതിന് വാലിഡിറ്റി ഉള്ളൂ എന്നർത്ഥം. So next question is 19. The management of a private school can be taken over for a maximum period of dash years. അതായത് ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം. പക്ഷേ എത്ര കാലത്തേക്ക്? കാരണം ഉള്ള കാലത്തേക്ക് മുഴുവൻ അത് ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിന് നിർവഹിക്കാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾക്കറിയാം, സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതൊരു ഇടക്കാലത്തേക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. സോ ദ മാനേജ്മെൻറ്റ് ഓഫ് എ പ്രൈവറ്റ് സ്കൂൾ ക്യാൻ ബി ടേക്കൺ ഓവർ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്, ആൻഡ് ആൻസർ ഓഫ് 5 years ആണ്. 5 വർഷം വരെ ഗവൺമെൻറ്റിന് ആ സ്കൂളിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാം. ഫോർ എക്സീഡിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്. So that you can see in Article 14 of Kerala Education Act. Then question number 20, number of posts of office attendant admissible to a complete high school having 699 pupils. അതായത് 699 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിലെ എത്ര ഓഫീസ് അറ്റൻഡൻറ്റിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ആൻസർ 2. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 1 ചാപ്റ്റർ 14A. Then question 21, the authority which may impose the penalty of censure on a headmaster of a secondary school shall be the, അതായത് ഏതെങ്കിലും കാര്യത്തിന് ഒരു പെനാൽറ്റി ഓഫ് സെൻഷർ, ഒരു വാണിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഒരു ഹെഡ് മാസ്റ്റർക്ക്, സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ആൻഡ് ആൻസർ ദ മാനേജർ ഓഫ് ദി സ്കൂൾ. മീൻസ് ഹീ ഈസ് ഓതറൈസ്ഡ് ടു ഗീവ് എ പെനാൽറ്റി ഓഫ് സെൻഷർ ടു എ ഹെഡ് മാസ്റ്റർ. And it is said in Rule 69, Chapter 14A. Then question 22, the seniority of a teacher in any grade, in any unit, shall be decided by reference to the, ഒരു ടീച്ചറിൻ്റെ സീനിയോറിറ്റി ഏത് ഗ്രേഡിലായാലും ഏത് യൂണിറ്റിലായാലും അത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്, എന്തിനെ ആസ്പദമാക്കിയിട്ടാണെന്നാണ്. ലെങ്ത് ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഇൻ ദാറ്റ് ഗ്രേഡ് ഇൻ ദാറ്റ് യൂണിറ്റ്. ആ ഒരു യൂണിറ്റിൽ, അപ്പോൾ ആ ഒരു ഇപ്പോൾ ഹിന്ദി ടീച്ചറാണെങ്കിൽ അതിൽ അദ്ദേഹത്തിന് എത്ര കണ്ടിന്യൂസ് ആയിട്ട് ലെങ്ത് ഓഫ് സർവീസ് എത്രയാണ് എന്ന് കണക്കാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 37(1) ഓഫ് ചാപ്റ്റർ 14A ഓഫ് KER. Then question number 23, amount of fee to be remitted for applying duplicate transfer certificate. അതായത് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മിസ്സിങ് ആണ് എങ്കിൽ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ₹1 ആണ്. അത് റൂൾ 22 ചാപ്റ്റർ 6 പറയുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 24. The proposal for approval of appointment of teaching and non-teaching staff of aided school shall be submitted by the manager to the educational officer within dash days from the date of joining duty of the appointee. അതായത് പുതുതായിട്ട് ഒരു ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദി മാനേജർ ഷുഡ് റിപ്പോർട്ട് ദ മാറ്റർ ടു ദി എഡ്യൂക്കേഷണൽ ഓഫീസർ. എത്ര ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇറ്റ് ഈസ് മാക്സിമം 15 daysനുള്ളിൽ അദ്ദേഹം, അതായത് ആ ജീവനക്കാരൻ ജോയിൻ ചെയ്ത ദിവസം മുതൽ 15 daysനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 8(1) ചാപ്റ്റർ 14A of KER. ക്വസ്റ്റ്യൻ നമ്പർ 25,
എ സ്കൂൾ ഇയർ ഷാൽ ബി ഡീംഡ് ടു ടെർമിനേറ്റ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ്. ഒരു സ്കൂൾ ഇയർ എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെർമിനേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ എന്നാണെന്നാണ്. അതിൽ മാർച്ച്, മെയ്, ഏപ്രിൽ സമ്മർ വെക്കേഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ ഡി, സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന ദിവസത്തിലാണ് ആ സ്കൂൾ ഇയർ അവസാനിക്കുന്നത്. റൂൾ 2 ചാപ്റ്റർ 7. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. Receipts of a special fee issued to the peoples shall be in the form number. അതായത് സ്പെഷ്യൽ ഫീ കളക്ട് ചെയ്തിട്ട് അതിന് റെസീറ്റ് കൊടുക്കുന്ന ഫോം ഏതാണ്? അതിന് സ്പെസിഫൈഡ് ഫോം ഉണ്ട്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസും സ്പെസിഫൈഡ് ഫോം ഉണ്ടെന്നറിയണം. ആ ഫോം ഏതാണ്? അതിൻ്റെ ഫോം നമ്പർ 11 ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 12 ചാപ്റ്റർ 12 ഓഫ് KER. Question 27. The director shall issue the education department calendar at least a dash days before the commencement of every school year. അതായത് സ്കൂൾ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ഒരു കലണ്ടർ ഇഷ്യൂ ചെയ്യണം. അത് എത്ര ദിവസത്തിന് മുമ്പ് ഇഷ്യൂ ചെയ്യണം എന്നാണ്? 10 days ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് എവരി സ്കൂൾ ഇയർ. സ്കൂൾ ഇയർ തുറക്കുന്നതിന് മുൻപ് 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ കലണ്ടർ ഇഷ്യൂ ചെയ്തിരിക്കണം. ദെൻ 28. മിനിമം ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ സ്വീപ്പർ. ഒരു സ്വീപ്പറെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ മിനിമം ക്വാളിഫിക്കേഷൻ എത്രയായിരിക്കണം? മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് ഫിസിക് ആയിരിക്കണം എന്നുള്ളതാണ്. റൂൾ 2(1) ചാപ്റ്റർ 24A. Now it is question number 29. A school shall be deemed to have the minimum strength if the average effective strength of pupils per standard is not less than. അതായത് മിനിമം ഒരു സ്റ്റാൻഡേർഡിൽ എത്ര കുട്ടികളുണ്ടായിരിക്കണം? അതിൻ്റെ ആൻസർ A 25. ഓപ്ഷൻ A ആണ്. എ സ്കൂൾ ഷാൽ ബി ഡീംഡ് ടു ഹാവ് എ മിനിമം സ്ട്രെങ്ത് ഇഫ് ദി ആവറേജ് ഇഫക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് പീപ്പിൾസ് പെർ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡിൽ ആവറേജ് 25 കുട്ടികൾ കുറയാതെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അത് റൂൾ 22A ഓഫ് ചാപ്റ്റർ 5 ആണ്. പക്ഷേ ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് അറബിക് സ്കൂൾസ് ഇറ്റ് ഈസ് 15. അതുകൂടെ ഓർക്കുക. ദെൻ ക്വസ്റ്റ്യൻ 30. ഹെഡ് മാസ്റ്റർ ഓഫ് എ ഹൈസ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് എ ഡാഷ് പീരീഡ്സ് ഓഫ് ടീച്ചിങ് വർക്ക് പെർ വീക്ക്. ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് മിനിമം എത്ര ടീച്ചിങ് വർക്ക് ഒരാഴ്ചയിൽ ഉണ്ടായിരിക്കണം എന്നാണ്. ആൻഡ് ആൻസർ 10 periods ഓഫ് ടീച്ചിങ് വർക്ക് പെർ വീക്ക് എന്നാണ്. റൂൾ 4(3) ചാപ്റ്റർ 8. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31. മിനിമം പീരീഡ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് റിക്വയർഡ് ഫോർ ബിക്കമിങ് എ റൂൾ 51A ക്ലെയിമൻറ്റ്. 51A ക്ലെയിം ചെയ്യാനായിട്ട് മിനിമം ഒരു കണ്ടിന്യൂസ് സർവീസ് എത്രയുണ്ടായിരിക്കണം എന്നാണ്. അതിൻ്റെ ആൻസർ 1 അക്കാഡമിക് ഇയർ ആണ്. സോ നാച്ചുറലി ദി റൂൾ ഈസ് 51A ചാപ്റ്റർ 14A. Then question number 32. The authority competent to conduct annual inspection in training schools. ട്രെയിനിങ് സ്കൂളിൽ ഓരോ വർഷവും ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. റൂൾ 4 ചാപ്റ്റർ 15. Then question number 33. A teacher ceases to be in service after a continuous absence with or without leave of. അതായത് ഒരു ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നാൾ ആബ്സെൻ്റ് ആയാലാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് നഷ്ടപ്പെടുന്നത്? ഹി വിൽ ബി ടെർമിനേറ്റഡ് ഫ്രം സർവീസ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 5 years. 5 വർഷത്തിൽ അധികരിച്ച കാലത്തേക്ക് അദ്ദേഹം സർവീസിൽ നിന്ന് മാറി എന്നാൽ ഹിസ് സർവീസ് വിൽ ബി ടെർമിനേറ്റഡ്. ദെൻ ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 56(4) ചാപ്റ്റർ 14A. സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 34. ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ സബ്മിറ്റിംഗ് ഫസ്റ്റ് അപ്പീൽ അഗൻസ്റ്റ് ദ സ്റ്റാഫ് ഫിക്സേഷൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദി അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അതായത് അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ ഫസ്റ്റ് സ്റ്റാഫ് ഫിക്സേഷനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് അപ്പീൽ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ്. അതിൻ്റെ ആൻസർ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ദി സ്റ്റാഫ് ഫിക്സേഷൻ ഓർഡർ. ആ സ്റ്റാഫ് ഫിക്സേഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അതിന് അപ്പീൽ കൊടുക്കണം. ആൻഡ് ഇറ്റ് ഈസ് ആസ് പെർ റൂൾ 12D(2) ഓഫ് ചാപ്റ്റർ 23 ഓഫ് KER. Then question number 35. The manager is bound to prepare a combined seniority list of teachers
എവരി ഇയർ ആസ് ഓൺ. അതായത് ഈ കമ്പൈൻഡ് ഇപ്പോൾ ഒരു മാനേജർ പല സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്കൂളേ ഉള്ളെങ്കിലും അതിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നാണ്. ഓരോ വർഷവും ആൻഡ് ആൻസർ 1st ജാനുവരിയിലാണ്. ആ ഡേറ്റ് കണക്കാക്കിയിട്ടാണ് കമ്പൈൻഡ് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ നോട്ട് 2 ബിലോ റൂൾ 35 ഓഫ് ചാപ്റ്റർ 14A of KER. Then question number 36, the minimum number of peoples required for studying Urdu for introducing that language in standard 5. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 5 ഉറുദു പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര കുട്ടികൾ അത് പഠിക്കാനുണ്ടായിരിക്കണം? അതിൻ്റെ ആൻസർ 12 ആണ്. സോ ഓപ്ഷൻ സി, ആൻഡ് ഇറ്റ് ഈസ് ആസ് പെർ റൂൾ 6G ചാപ്റ്റർ 23 ഓഫ് KER. സോ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 37. No aided school shall be allowed to close down without giving dash to the Director of General Education. And the answer ഓപ്ഷൻ ഡി ആണ്. അതായത് 1 year's നോട്ടീസ് എക്സ്പയറിങ് വിത്ത് ദി 31st May. 1 year's നോട്ടീസ് കൊടുക്കാതെ, അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 7(6) ഓഫ് കേരള എഡ്യൂക്കേഷൻ ആക്റ്റിലാണ്. കൊടുക്കാതെ നമുക്കൊരു സ്കൂള് ക്ലോസ് ഡൗൺ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. Then question number 38, amount of maintenance grant admissible to an LP school having an effective strength of 615 peoples. ഒരു മെയിൻ്റനൻസ് ഗ്രാൻഡ് അനുവദനീയമായിട്ട് ഒരു LP സ്കൂളിന് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ ഇഫക്റ്റീവ് സ്ട്രെങ്ത്ത് 615 കുട്ടികളുള്ള ഒരു സ്കൂളിനാണ്. ആൻഡ് ആൻസർ 30,000 ആണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓർഡർ GOP 261/13 ജനറൽ എഡ്യൂക്കേഷൻ ഡേറ്റഡ് 27/9/2013 ഇപ്പോൾ ഇത് ആ ജിയോയിലാണ് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് അർത്ഥം. സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 39. അതോറിറ്റി കോമ്പീറ്റൻറ്റ് ടു ഗ്രാൻഡ് പ്രയർ പെർമിഷൻ ഫോർ ദി ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവിംഗ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഓഫ് ആൻ എയ്ഡഡ് ഹൈസ്കൂൾ. ഒരു എയ്ഡഡ് ഹൈസ്കൂളിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അത് അംഗീകരിക്കാനുള്ള അധികാരി ആരാണ്? ആൻഡ് ആൻസർ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, റൂൾ 5A ചാപ്റ്റർ 3 ഓഫ് KER. ക്വസ്റ്റ്യൻ നമ്പർ 40, ദി നമ്പർ ഓഫ് പീരീഡ്സ് അവൈലബിൾ ഫോർ മലയാളം ഇൻ എ ഹൈസ്കൂൾ ഈസ് 129. ഇഫ് സോ ദ പോസ്റ്റ് ഓഫ് HST മലയാളം അഡ്മിസിബിൾ വിൽ ബി. അപ്പോൾ ഒരു മലയാളത്തിൻ്റെ പീരീഡ് ഒരു ഹൈസ്കൂളിൽ 129 ആണ് എങ്കിൽ എത്ര HST മലയാളം ടീച്ചേഴ്സിൻ്റെ പോസ്റ്റ് അവിടെ വേക്കൻ്റ് ആണെന്ന് അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആണെന്നർത്ഥം. ആൻഡ് ആൻസർ 5. അതായത് റൂൾ 6D ഓഫ് ചാപ്റ്റർ 23 ഇത് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41, അപ്പോയിൻമെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഇൻ ആൻ എയ്ഡഡ് സ്കൂൾ ഷാൽ ബി ഡാഷ് ടിൽ ദേ ആർ കൺഫേംഡ്. അതായത് അപ്പോയിൻമെൻറ്റ് ഓഫ് ക്വാളിഫൈഡ് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് എയ്ഡഡ് സ്കൂളിൽ, ഷാൽ ബി ഡാഷ് ടിൽ ദേ ആർ കൺഫേം. അവർക്ക് കൺഫർമേഷൻ കിട്ടുന്നിടം വരെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ദേ വിൽ ബി ട്രീറ്റഡ് ആസ് ആക്ടിങ്. ദെൻ റൂൾ 2 ചാപ്റ്റർ 14A. ദെൻ ക്വസ്റ്റ്യൻ 42, ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ ഓഫ് സ്കൂൾ ഈസ്. ഒരു സ്കൂളിൻ്റെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കൂളിൻ്റെ വർക്കിംഗ് അവേഴ്സ് എത്രയാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 5 hours ആണ്. റൂൾ 4(3) ചാപ്റ്റർ 7 ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 43. ടീച്ചേഴ്സ് ഇൻ ദി പ്രൈവറ്റ് സ്കൂൾസ് ഹാവ് ദി എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ചാപ്റ്റർ ഡാഷ് ഓഫ് KER. അതായത് പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സിന് ഹു ഹാവ് ദി എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഏത് ചാപ്റ്ററിലാണ് വിശദീകരിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ ചാപ്റ്റർ 21 ഓഫ് KER. സോ ടീച്ചേഴ്സ് ഇൻ പ്രൈവറ്റ് സ്കൂൾസ് ഹാവ് ദി എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ചാപ്റ്റർ 31 ഓഫ് KER. 31 അത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44, ട്യൂഷൻ ഫീസ് ഇൻക്ലൂഡിംഗ് ഫൈൻസ് കളക്റ്റഡ് ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദി ഡാഷ്. അതായത് പ്രൈവറ്റ് സ്കൂളിലായാലും ഗവൺമെൻറ് സ്കൂളിലായാലും ട്യൂഷൻ ഫീ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്യൂഷൻ ഫീ ഫൈൻ സഹിതം
ആർക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അത് ഗവൺമെൻറ്റിലേക്കാണ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണെന്ന് ഓർക്കണം. ഗവൺമെൻറ്റിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 13 ഓഫ് ചാപ്റ്റർ 12 ഓഫ് KER. Then question number 45, the last question. If the date of superannuation of a teacher falls within 1 month from the date of reopening of the school, the teacher shall be allowed dash leave on full pay from the reopening date till he gets superannuated. അതായത് ഒരു ടീച്ചറിൻ്റെ ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റീഓപ്പണിംഗ്, അടുത്ത സ്കൂൾ വർഷം ആരംഭിച്ച ഒരു മാസത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ വരുന്നതെങ്കിൽ ദ ടീച്ചർ ഷാൽ ബി അലൗഡ് ഡാഷ് ലീവ്. ഏത് ലീവാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന് സ്പെഷ്യൽ ലീവ് കൊടുത്ത് ഇരുത്തുകയാണ് വേണ്ടത്. ഓൺ ഫുൾ പേ ഹി വിൽ ബി ഗിവൺ ഫുൾ സാലറി ഫ്രം ദ റീഓപ്പണിംഗ് ഡേറ്റ്, റീഓപ്പൺ ചെയ്തിട മുതൽ ടിൽ ഹി ഗെറ്റ്സ് സൂപ്പറാനുവേറ്റഡ്. ആ സൂപ്പറാനുവേഷൻ ഡേറ്റ് വരെയുള്ള അദ്ദേഹത്തിന് സ്പെഷ്യൽ ഫീ ആയി കണക്കാക്കുകയും ആ സ്പെഷ്യൽ സ്പെഷ്യൽ ലീവ് കൊടുത്ത് അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് അർത്ഥം. സോ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ്സാവാൻ വേണ്ടുന്ന മാർക്ക് കിട്ടിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആവർത്തിക്കുന്നു, ഇതോടൊപ്പം തന്നെ നേരത്തെ ഇട്ടിട്ടുള്ള KERൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അത് നേരത്തെ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇപ്പോഴും റെലവൻ്റ് ആണ്, അതുകൂടി നോക്കുക. സോ വിഷ് യു ഓൾ സക്സസ് ഇൻ ദി എക്സാം. ആൻഡ് ഫോർ അതേഴ്സ്, ഇത് നിങ്ങൾക്ക് ഔദ്യോഗിക രംഗത്ത് ഒരു ഗൈഡായിട്ടും നിങ്ങൾക്കിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ വിട പറയുന്നു. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.